ഹായ് നമസ്കാരം. ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, നമ്മളിന്ന് അമ്പഴങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞു അച്ചാറുണ്ടാക്കി കൊടുക്കുമോയെന്ന് ചോദിച്ചു. നമുക്ക് അച്ചാറുണ്ടാക്കി കൊടുക്കാം. അങ്ങനെ എല്ലാ അമ്പഴങ്ങയും പറിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് എല്ലാം ഇവിടെ നിരത്തി വച്ചിരിക്കുകയാണ് കേട്ടോ. നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. നല്ലതുപോലെ നമുക്കൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഇത് ഒരു 12 കിലോയോളം അച്ചാറുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ കണക്കൊന്നും പറയുന്നില്ല കേട്ടോ, ഈ എടുത്തിരിക്കുന്ന അളവുകളൊന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെ അച്ചാറിനുള്ള അമ്പഴങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ആവശ്യത്തിലേക്കുള്ള മുളക് പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ ഇഞ്ചി അരിഞ്ഞത്, പിന്നെ പച്ചമുളക് കേട്ടോ. അപ്പോൾ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട്, ഇത് നമ്മളിവിടെ പുതിയതായിട്ട് വാങ്ങിച്ച സ്റ്റൗ ആണ് കേട്ടോ. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്റ്റൗ ആണ്. 2980 രൂപ കേട്ടോ ഈ സ്റ്റൗവിന്. നല്ല അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് എന്നിട്ട് അത് കത്തിച്ചിട്ടൊന്ന് ഉരുളിച്ചട്ടിയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ളത്രയും നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ നല്ലെണ്ണ ചൂടായി കഴിയുമ്പോൾ ഉലുവ, കടുക് ഒക്കെ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം ഇട്ട് നമ്മളൊന്ന് വഴറ്റുവാണ് കേട്ടോ. അപ്പോൾ കുറേ ഉണ്ടായിരുന്നത് കൊണ്ട് 2ആക്കിയാണ് വെച്ചത്. അതുകൊണ്ടാണ് കേട്ടോ അളവൊന്നും പറയാത്തത്. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ഈന്തപ്പഴം ചേർക്കുന്നുണ്ട്. അമ്പഴങ്ങ ആയതുകൊണ്ട് നല്ല പുളി ഉണ്ടാകുമല്ലോ. അപ്പോൾ അധികം പുളി ഇല്ലാത്തതാണ് അമ്പഴങ്ങ, എന്നാലും പുളി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അല്പം ഈന്തപ്പഴവും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഈ അമ്പഴങ്ങ അച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് 2ആയിട്ട്, അതായത് പകുതിയായിട്ടാണ് ഉണ്ടാക്കിയത് ഈ ഉരുളിച്ചട്ടിയിൽ കേട്ടോ. അങ്ങനെ നമ്മുടെ അമ്പഴങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ സംഭവങ്ങളും ഒക്കെ ഇട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈന്തപ്പഴം ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ അമ്പഴങ്ങായും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി കൂട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഭയങ്കരമായിട്ടും ഒത്തിരി നമ്മളിങ്ങനെ ചെയ്ത് ഈ ഇളക്കി കൂട്ടിയൊക്കെ എടുത്ത് നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിവിടെ അച്ചാറുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ എണ്ണയിൽ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ട് നമുക്ക് കുറച്ചധികം നേരം ഇത് വഴറ്റണം. കാരണം പച്ച അമ്പഴങ്ങയാണല്ലോ. അപ്പോൾ ഈ എണ്ണയിലും ഒക്കെ കിടന്നൊന്ന് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരണം, അതായത് വഴന്ന് വരണം. അപ്പോൾ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി അടുത്ത ട്രിപ്പ് ഉണ്ട്. അപ്പോൾ ആദ്യത്തേത് നമുക്കിവിടെ റെഡിയായി. പിന്നെ 2ാമത്തതും ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു പ്രാവശ്യമായിട്ടേ കാണിക്കുന്നുള്ളത് കേട്ടോ. അങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ സംഭവമൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഈ അച്ചാർ. അപ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അത് 11 കിലോയോളം കൊടുത്തു. 1 കിലോ നമ്മളെടുത്തു. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ടൊക്കെ നല്ല അടിപൊളി അമ്പഴങ്ങ അച്ചാറായിരുന്നു കേട്ടോ. അങ്ങനെ കുപ്പികളിലൊക്കെ 1 കിലോയുടെ കുപ്പിയാണ് കേട്ടോ ഇത്. അപ്പം അങ്ങനെ കുപ്പികളിലൊക്കെ പകർത്തി നമ്മളത് കൊണ്ടേ കൊടുത്തട്ടാ. അപ്പോൾ ഈ അച്ചാറുണ്ടാക്കിയ കാര്യം നോൺ വെജ് മാത്രമല്ല, വെജും ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അച്ചാർ. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടത്. അങ്ങനെ
നമ്മുടെ അച്ചാറെല്ലാം റെഡിയായി പാക്ക് ചെയ്തു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.